കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ദിലീപ് ആദ്യ പ്രതികരണം നടത്തിയത് മഞ്ജു വാര്യർക്കെതിരെയാണ്. തനിക്കെതിരായ കേസിന്റെ തുടക്കം മഞ്ജുവിൽ നിന്നാണെന്ന് ദിലീപ് ആരോപിച്ചു. അന്വേഷണ സംഘത്തെയും ദിലീപ് കുറ്റപ്പെടുത്തി. ഇത് അന്തിമ വിധിയല്ലെന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ മുൻ DGP B സന്ധ്യ പ്രതികരിച്ചു. ആഹ്ലാദത്തോടെയും ആശ്വാസത്തോടെയും കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദിലീപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ അവഗണിച്ച് മഞ്ജു വാര്യർക്കെതിരെയാണ് ആദ്യ പ്രതികരണം നടത്തിയത്. പോലീസ് അന്വേഷണ സംഘത്തെയും കുറ്റപ്പെടുത്തി. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി അന്തിമമല്ലെന്ന് B സന്ധ്യ പ്രതികരിച്ചു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നിയമപരമായി നീങ്ങുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ B രാമൻപിള്ള പറഞ്ഞു. ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എന്റെ ഒരു വിശ്വാസം. ഒരു അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, ഇന്നത്തെ വിധി നീതി നിഷേധമെന്ന് സാമൂഹ്യ പ്രവർത്തക K അജിത പ്രതികരിച്ചു. മഞ്ജു വാര്യർക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്നും K അജിത പറഞ്ഞു. മഞ്ജുവിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇതിന്റെ പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആരും വെറുതെ ഇരിക്കില്ല. അതിനുള്ള മറുപടി ഞങ്ങൾ തന്നിരിക്കും. മീഡിയ 1 കൊച്ചി.